നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വർഷം അതായത് 2026 കേരളത്തിൽ നിരവധി കോളേജുകൾ പുതുതായിട്ട് BSc നഴ്സിംഗിന് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരളയിൽ 3 പുതിയ കോളേജുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 49 കോളേജുകളാണ് ഈ ഒരു അസോസിയേഷനിൽ ഉണ്ടാവുക. അപ്പോൾ ഈ 49 മെമ്പർ കോളേജുകളിലേക്കും ഒറ്റ ആപ്ലിക്കേഷൻ വഴി അഡ്മിഷനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആണെങ്കിലും CBSE ICSE സ്റ്റുഡൻസിന് 5% ബോണസ് മാർക്കുകൾ നൽകിയിരുന്നു. ഈ ഒരു വർഷം CBSE നമുക്ക് എല്ലാവർക്കും അറിയാം, മാർക്കുകൾ താരതമ്യേന പ്രതീക്ഷിച്ചതിലും വളരെയധികം കുറവാണ്. അപ്പോൾ എത്രത്തോളം ബോണസ് മാർക്കുകൾ കിട്ടും, അതോടൊപ്പം തന്നെ അടുത്ത ദിവസം വരുന്ന സ്റ്റേറ്റ് സിലബസിന്റെ മാർക്കുകളൊക്കെ പരിഗണിച്ച് എത്രത്തോളം മാർക്കുകൾ കൂടുതലായിട്ട് ബോണസ് ആയിട്ട് നൽകാൻ സാധിക്കുമെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ 3 പുതിയ കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പാലക്കാട് ജില്ലയിലുള്ള കേരള കോളേജ്, പാലക്കാട് ജില്ലയിൽ തന്നെ കേരള കോളേജാണ് പുതിയൊരു കോളേജ്. 60 സീറ്റുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ലൈല കോളേജിലും 60 സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല മാവേലിക്കരയിൽ, അതായത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിൽ ഹിന്ദുസ്ഥാൻ നഴ്സിംഗ് കോളേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 3 നഴ്സിംഗ് കോളേജുകളാണ് PNC MAC അസോസിയേഷനിൽ ഈ ഒരു വർഷം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ പല കോളേജുകളും ഇൻസ്പെക്ഷൻസിനും അതുപോലെ തന്നെ പെർമിഷനും ഒക്കെ അന്തിമ ഘട്ടത്തിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഏകദേശം 10 പുതിയ കോളേജുകളാണ് ഈ ഒരു വർഷം പുതുതായിട്ട് തുടങ്ങുവാൻ സാധ്യതയുള്ളത്. PNC MACൽ 1200 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടതായിട്ട് വരിക. മിക്കവാറും ജൂൺ മാസം പകുതിയോടുകൂടി തന്നെ ആയിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകാൻ സാധ്യതയുള്ളത്. കാരണം +2 റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഹയർ അതോറിറ്റിയുടെ സൈഡിൽ നിന്നും പെർമിഷൻസ് കിട്ടിയതിന് ശേഷം, അതായത് ക്ലിയറൻസ് എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇവർക്ക് ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏകദേശം ജൂൺ മാസം പകുതിയോടുകൂടി തന്നെ ആപ്ലിക്കേഷൻസ് തുടങ്ങുകയും ജൂലൈ മാസം ഏകദേശം ആദ്യത്തെ അല്ലെ 2ാമത്തെ ആഴ്ചയോടെ അത് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഓരോ അപ്ഡേഷൻസ് കാര്യങ്ങളും ഉണ്ടാവുക. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ PNC MACൽ അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ കോളേജുകളുടെ ഓപ്ഷൻസും നൽകേണ്ടതായിട്ടുണ്ട്. ഒരു സമയത്ത് നമുക്ക് 10 കോളേജുകളാണ് ലിസ്റ്റിൽ ചേർക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു 10 കോളേജിൽ നമ്മൾ ചേർക്കുന്ന 10 കോളേജിൽ നമ്മുടെ മാർക്കിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അഡ്മിഷൻസിനുള്ള സാധ്യതകൾ കിട്ടുക. അപ്പോൾ നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്ക് നല്ല ഹയർ മാർക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും ആവറേജ് കോളേജ് നിങ്ങൾ ആദ്യമേ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കോളേജ് ആയിരിക്കും കണക്ട് ആവുകയും അവസാനം നിങ്ങൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. PNC MACൽ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ഓപ്ഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച കോളേജുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് കോളേജുകളിലേക്ക് നിങ്ങൾ അഡ്മിഷനുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മുടെ കേരള ഗൈഡൻസ് ഗ്രൂപ്പിൽ നിരവധിയായിട്ടുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളും എക്സ്ക്ലൂസീവായിട്ട് നൽകാറുണ്ട്. കൂടാതെ തന്നെ ഓരോ കോളേജുകളെ കുറിച്ചുള്ള ഗ്രേഡിങ് കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങൾ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് എത്രയും വേഗം തന്നെ കേരള ഗൈഡൻസിലെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻസ്, അത് LBS മാത്രമല്ല, LBS, PNC MAC അങ്ങനെയുള്ള മാനേജ്മെന്റ് അസോസിയേഷനുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഹെൽപ്പ് ഉൾപ്പെടെ എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളും അതുപോലെ കോളേജുകളെ കുറിച്ചുള്ള വിശകലനം എല്ലാം ചെയ്ത് നിരവധിയായിട്ടുള്ള അപ്ഡേഷൻസും ഈ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഇതിന്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങൾ ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സമയത്ത് നമ്മൾ പല അസോസിയേഷനുകളും പല രീതിയിലും കോളേജുകളിലേക്ക് അഡ്മിഷന് വേണ്ടി സമീപിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പലപ്പോഴും കാണുന്ന ഒരു കാര്യം, അക്ഷയ സെന്ററിലൊക്കെ ചെന്ന് ആപ്ലിക്കേഷൻസ്, അക്ഷയ സെന്ററിൽ ആരാണോ നിങ്ങൾക്ക് ഇതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവണമെന്നില്ല. അവരായിരിക്കും ഇതിന്റെ ഏതെങ്കിലും കേട്ട അറിവ് വെച്ചിട്ടുള്ള കുറച്ച് കോളേജുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകുക. നമ്മൾ ഈ ഒരു സമയത്താണ് ഏറ്റവും മികച്ച കോളേജുകൾ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളുടെ പ്രിഫറൻസസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച കോളേജുകൾ ചൂസ് ചെയ്യേണ്ട ഒരു ഘട്ടം വരിക. പല കുട്ടികളും ചെയ്യുന്ന അബദ്ധം എന്നാണ്, സിമറ്റ് കോളേജുകളൊക്കെ ഏറ്റവും ബെസ്റ്റ് കോളേജാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ചാടിക്കേറി ഗവൺമെന്റ് കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ സിമറ്റ് കോളേജ് വെക്കാറുണ്ട്. പക്ഷേ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യം, സിമറ്റ് കോളേജിൽ പഠിക്കുന്നതും പ്രൈവറ്റ് മേഖലയിൽ ഒരു ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുമ്പോഴും ഒരേ ഫീസാണ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരിക. യാതൊരു ഫീസിന് ആനുകൂല്യങ്ങളോ വ്യത്യാസങ്ങളോ ഉണ്ടാവുകയില്ല.
അപ്പോൾ നിങ്ങൾ ഫീസ് മുടക്കുമ്പോൾ ഏറ്റവും മികച്ച കോളേജിൽ തന്നെ അഡ്മിഷൻസ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് തീർച്ചയായിട്ടും കേരള ഗൈഡൻസിന്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ജനറൽ അപ്ഡേറ്റുകൾ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചാനലിൽ കൂടെ വരുന്ന ദിവസങ്ങളിൽ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അതുപോലെ ഈ ചാനൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മാക്സിമം അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ അറ്റ് ദ ഏർലിയസ്റ്റ്, കാരണം ഞാൻ ഓൾറെഡി നഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം.